ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറ കേൾക്കട്ടെ. ഇത് നമ്മുടെ പാർവതി ശിവദേവത്തിൻ്റെ എന്താ ലാസ്റ്റ് പാർട്ടാണ്. ഇത്ര 108 പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാണ്. ഇത്രത്തോളം എന്നെ കൊണ്ടെത്തിച്ച എല്ലാവർക്കും നന്ദി പറയാണ്. പുതിയ സ്റ്റോറിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? അർണവേട്ട, അതല്ല, അതിന്റെ മുകളിലെ കൊമ്പിലെയാ. അത് കാണുമ്പോ തന്നെ അറിയാം നല്ല മൂട്ട വാങ്ങിയാന്ന്. വയറും താങ്ങിക്കൊണ്ട് ശിവാനി മാവിന്റെ കൊമ്പിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മുകളിലെ മാവിലിരുന്ന് ഇതെല്ലാം കേട്ട് ആര് കണ്ണ് ഒരട്ടി പേടിപ്പിക്കുന്നുണ്ട്. എന്നാ നീ കയറി പറക്കിടി, ആര് പറഞ്ഞു. എനിക്ക് കയറാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയായിരുന്നാ? എന്നെ നോക്കി പേടിപ്പിക്കാതെ മാങ്ങ പൊട്ടിച്ചിട്ട് മരത്തിൽ നിന്ന് ഇറങ്ങി വരാൻ നോക്കും മനുഷ്യ. അത് പറഞ്ഞ ശിവാനി അടുത്ത ഭാഗത്തെ കൽപ്പടിയിൽ ഇരിക്കുന്നു. ഇതെല്ലാം കണ്ട് മറുഭാഗത്ത് പാർവണിയും സത്യയും രശ്മിയും അമ്മു ഇരുന്ന് ചിരിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഇറങ്ങി വന്നേ ആരു, ഈ മാങ്ങയൊക്കെ മതി. അത് പറഞ്ഞ ദേവു താഴെ കിടക്കുന്ന മാങ്ങയെല്ലാം പെറുക്കിയെടുത്ത് അടുക്കളയിലേക്ക് നടന്നു. മാങ്ങ നല്ല വൃത്തിയായി കഴുകി മുറിച്ചെടുത്തു. അത് അമ്മയിലിട്ട് ചെറുതായി ചതച്ച് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് ആക്കി. വായിൽ വെള്ളം വന്ന ഇറക്കിക്കോട്ടെ. ദേവു പ്ലേറ്റുമായി അടുക്കള ഭാഗത്തെ പടിയിൽ വന്നിരുന്നതും ആരും ഓടി വന്ന ആദ്യത്തെ കഷ്ണം എടുത്ത് വായിലിട്ടു. ഇത് കണ്ട ഗർഭിണികൾക്ക് മാത്രമല്ല എല്ലാവർക്കും വായിൽ വെള്ളം വരും. ശിവാനിയുടെ നോട്ടം കണ്ട ആര് പറഞ്ഞു. അവരൊക്കെ വന്നു തോന്നുന്നു, ഞാൻ അവരെ ഇവിടേക്ക് വിളിച്ചിട്ട് വരാം. ഒരു കാറ് വന്ന് മുറ്റത്ത് നിന്ന് ശബ്ദം കേട്ട് ആര് പറഞ്ഞു. പ്ലേറ്റിൽ നിന്ന് ഒരു കഷ്ണം മാങ്ങ കൂടി എടുത്ത് വായിലേക്ക് ഇട്ട് ആരും ഉമ്മറത്തേക്ക് നടന്നു. അമ്മുവിനും സത്യക്കും രശ്മിക്കും പാർവണയ്ക്കും ശിവാനിക്കും ഇപ്പോ 8 മാസം കഴിഞ്ഞു. ദേവുവിന്റെ കുഞ്ഞിന് 10 മാസം പ്രായമായി. ദർശിത് എന്നാണ് കുഞ്ഞിന് പേരിട്ടത്. ദച്ചൂട്ടൻ എന്നെല്ലാവരും വിളിക്കും. മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം എല്ലാവരും തറവാട് വീട്ടിലേക്ക് വന്നു. തറവാടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് അവരെ കാണിക്കുന്നതും. വന്നവരെയും കാണാനില്ല, വിളിക്കാൻ പോയാളെയും കാണാനില്ല. ഇനി ഐസ്ക്രീം കിട്ടിക്കാണില്ലേ? സത്യാകത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ സത്യ ചേച്ചി പറഞ്ഞു കൊതിപ്പിച്ച് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നിയിട്ട് വയ്യ. ഇവരെന്താ വരാത്തേ? രശ്മിയെ ഏറ്റുപിടിച്ചു. കുറച്ചു കഴിഞ്ഞ് കയ്യിൽ കവറുമായി ശിവ അകത്തേക്ക് വന്നു. പിന്നിൽ നെച്ചുമോളുമായി ദേവയും, അതിന് പിന്നിലായി ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ആരുവും. എടാ കള്ളാരു, നീ ഇതിനാണല്ലേ ഞാൻ പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞത്? പാർവണ അവനെയും കയ്യിലുള്ള ഐസ്ക്രീമിലെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ ഗർഭിണിമാരുടെ വിചാരം എന്താ? നിങ്ങൾക്ക് മാത്രമേ കൊതി എന്ന് പറഞ്ഞ സാധനം ഉള്ളൂ എന്നാ? അത് ചോദിച്ച ആരും ഒരു സ്പൂൺ ഐസ്ക്രീം എടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അതുപോലെ തന്നെ ദേവുവിന്റെയും ശിവാനിയുടെയും സത്യയുടെയും രശ്മിയുടെയും അമ്മുവിന്റെയും വായിലേക്ക് വെച്ചു കൊടുത്തു. ഇതെന്താ സ്ട്രോബെറി ആണോ? വാനില മതിയായിരുന്നു, ശിവാനി പറഞ്ഞു. ദാ ആ കവറിലുണ്ട്, ദേവ് പറഞ്ഞു. ഫാമിലി പാക്കാണോ ദേവേട്ട? രശ്മി ചോദിച്ചു. അതെ. അമ്പോ സൂപ്പർ. ശിവാനി കവറിൽ നിന്ന് ഐസ്ക്രീം എടുത്ത് ഓപ്പൺ ചെയ്തു. ശേഷം എല്ലാവർക്കും സ്പൂൺ കൊണ്ട് വായിലേക്ക് കൊടുത്തു. അല്ല, എഡ്വി ചേട്ടായി എവിടെ? പാറോണ് ചോദിച്ചു. ഞങ്ങൾ വരുമ്പോൾ റൂമിൽ ചൂട്ടിന് ഉണർന്നു, നല്ല കരച്ചിലായിരുന്നു. അവൻ കുഞ്ഞിനെ എടുക്കാൻ പോയതാ. കണ്ണൻ അത് പറഞ്ഞു എഡ്വി കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടേക്ക് വന്നിരുന്നു. നെച്ചുമോൾ ഇപ്പൊ ചെറുതായി നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം നല്ല കുറുമ്പും കൂടിയിട്ടുണ്ട്. അച്ഛന്റെ ദേഷ്യം അമ്മയുടെ വാശിയും ഒരേപോലെ കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട് എന്ന് ദേവു ഇടയ്ക്കിടയ്ക്ക് കളിയാക്കി പറയാറുമുണ്ട്. എന്നാൽ നെച്ചുമോളുടെ നേരെ ഓപ്പോസിറ്റാണ് ദച്ചൂട്ടൻ. അമ്മയുടെ പോലെ ഒരു പാവം കുഞ്ഞു ചെക്കൻ. ഇങ്ങോട്ട് ആയേട്ടായി, കുഞ്ഞിനെ ഞാൻ എടുക്കാം. അത് പറഞ്ഞ ആരോ കുഞ്ഞിനെയും വാങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി. നെച്ചുമോള് ദേവിയുടെ തോളിൽ കിടന്ന് ഉറങ്ങിയിരുന്നു. ദേവു കുഞ്ഞിനെ എടുത്ത് റൂമിൽ കൊണ്ടുപോയി കിടത്തി. ഇതെന്താ വാങ്ങിയ? കണ്ണൻ ഒരു കഷ്ണം വാങ്ങിയെടുത്ത് അവൻ രശ്മിയുടെ അരികിലേക്ക് ഇരുന്നു. ദേവ, ശിവ ഇത് കഴിച്ചു നോക്കിയേ. കണ്ണൻ പ്ലേറ്റ് നീട്ടിയതും അവർ ഓരോ മാങ്ങ കഷ്ണം എടുത്തു. ശിവ പാർവണി ഇരിക്കുന്ന സ്റ്റെപ്പിന്റെ താഴത്തെ സ്റ്റെപ്പിൽ വന്നിരുന്നു. കാലെല്ലാം നീര് വെച്ചല്ലോ കുഞ്ഞാ, വേനിക്കണ്ട? ശിവ പാർവണിയുടെ കാലെടുത്ത് മടിയിലേക്ക് വെച്ചുകൊണ്ട് തടവി കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെയാവണം ഭർത്താക്കന്മാരായ. എനിക്കും ഉണ്ടാവണം തീറ്റാന്ന് വിചാരം മാത്രമേ ഉള്ളൂ. എടിന്നുണച്ചി, പിന്നെ നിനക്ക് ഇന്നലെ രാത്രി മുഴുവൻ കാല് തടവി തന്ന ആരടി? പിന്നെ വെറുതെ ഒന്നല്ലല്ലോ, പകരം ഉമ്മ തരാന്ന് പറഞ്ഞിട്ടല്ലേ? ശിവാനി മുഴുവൻ പറയുമ്പോഴേക്ക് ആരും അവളുടെ വാ പൊത്തിപ്പിടിച്ചു. മനുഷ്യനെ നാണം കെടുത്താതടി,
അവൻ അവളുടെ കാതിലായി പറഞ്ഞു. അപ്പോഴേക്കും അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം. ഒന്ന് വേഗം ഉടുപ്പിട് ശിവമോളെ. പറഞ്ഞ നെച്ചുമോൾക്ക് ഉടുപ്പിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ റൂം മുഴുവൻ ഓടുകയായിരുന്നു. മര്യാദക്ക് നിന്നോ ശിവമോളെ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പാർവണ തല്ലാനായി കൈ ഉയർത്തിയതും നെച്ചുമോൾ ഓടി ശിവയുടെ അടുത്തെത്തി. ശിവ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും കുഞ്ഞു ഓടി ചെന്ന് അവളുടെ മേൽ കയറി. അച്ഛേ, അമ്മ എന്നെ തല്ലുക. അവൾ അവന് മേലെ തല ചായച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ഡി, നീ എന്റെ കൊച്ചിനെ തല്ലൂടി? ശിവ കള്ള ദേഷ്യത്തോടെ ചോദിച്ചു. ഇല്ല, തല്ലുന്നില്ല. അച്ഛനും മോളും കൂടി എന്താന്ന് വെച്ചാ ചെയ്യേ. പാർവണ കയ്യിലെ ഉടുപ്പ് ശിവയുടെ തോളത്തേക്ക് ഇട്ടുകൊടുത്തോണ്ട് ബെഡിന് മുകളിലിരിക്കുന്ന ഈശമോളെയും എടുത്ത് ബാത്റൂമിലേക്ക് കുളിപ്പിക്കാനായി നടന്നു. അമ്മക്ക് ഈശമോളെ മാത്രമേ ഇഷ്ടമുള്ളൂ, എന്നെ അമ്മക്ക് ഇഷ്ടല്ല. എന്താടാ കുഞ്ഞങ്ങി പറയണേ? മോള് കുറുമ്പ് കാണിക്കുന്നോണ്ടല്ലേ. ശിവമോൾക്ക് ഉടുപ്പിട്ട് കൊടുക്കുന്നതോടൊപ്പം ഈശമോളെയും കുളിപ്പിച്ച് പാർവണ പുറത്തേക്ക് വന്നു. അയ്യോടാ, അമ്മയുടെ നെച്ചുമോള് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരി കാണിച്ചായല്ലോ. പാർവണ നെച്ചുമോളെ അടുത്ത് മിററിന് മുന്നിലുള്ള ചെയറിൽ കൊണ്ടുപോയി ഇരുത്തി. ശേഷം നല്ല ഭംഗിയിൽ മുടി കെട്ടിക്കൊടുത്ത് കണ്ണേരി പൊട്ടുതൊട്ട് കൊടുത്തു. ഇപ്പം അമ്മയുടെ മോളിന്ന് ഒന്നുകൂടെ സുന്ദരിയായി. അത് കേട്ട് നെച്ചുമോള് കുലുങ്ങി ചിരിച്ചു. അപ്പോഴേക്കും ശിവ ഈശമോൾക്ക് ഉടുപ്പിട്ട് കൊടുത്തു. പാർവണ നെച്ചുമോളെ ചെയറിൽ നിന്ന് താഴെ ഇറക്കി ഈശമോളെ അവിടെ കയറ്റിയിരുത്തി. നെച്ചുമോള് ഓടി ശിവയുടെ മേൽ കയറി. ശിവ അവളെ കയ്യിലെടുത്ത് കവളിൽ ഉമ്മ വെച്ചു. അച്ഛേ, അമ്മയ്ക്ക് എന്നോട് ഒരുപാട് ഇഷ്ടാട്ടോ, നെച്ചു ചിരിച്ചുകൊണ്ട് ശിവയുടെ കാതിൽ പറഞ്ഞു. ഈശമോൾക്ക് ഇപ്പോൾ 5 വയസ്സായി. ശിവേനേത്ര എന്നാണ് ശരിക്കുള്ള പേര്. പാർവണ ഈശമോളെ എന്ന് നന്നായി ഒരുക്കി കൊടുത്തു. നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? ആരും റൂമിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ദാ കഴിഞ്ഞു, നീ മക്കളെയും കൊണ്ട് താഴേക്ക് നടന്നോ? പാർവണ അത് പറഞ്ഞ ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് കയറി. ആരും മക്കളെയും എടുത്ത് താഴേക്ക് നടന്നു. കുളിച്ചിറങ്ങിയപ്പോഴേക്കും ശിവ റെഡിയായിരുന്നു. അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നതും ശിവ പിന്നിൽ നിന്ന് അവളെ ഇറുക്കെ പുണർന്നു. ദേ ശിവ, വെറുതെ കളിക്കാതെ, ഇപ്പൊ തന്നെ ലേറ്റായി. എന്നാൽ ശിവ ഒന്നും ശ്രദ്ധിക്കാതെ അവളെ തിരിച്ചു നിർത്തിയ ശേഷം ഡ്രസ്സിംഗ് ടേബിളിലേക്ക് കയറ്റിയിരുത്തി. വേണ്ട ശിവ, വേണ്ട. അവൾ കണ്ണടച്ച് മുഖം തിരിച്ചു. വേണം ശിവ. അത് പറഞ്ഞ് അവൻ അവളുടെ മുഖം തന്നിലേക്ക് നേരെ തിരിച്ചു വെച്ചു. പതിയെ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി. പാർവണ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അവളുടെ മധുര ചുംബനത്തിൽ അവളും അരിഞ്ഞില്ലാതെയായി. അവർ അവരുടെ കീഴ്ചുണ്ടിനെയും മേൽചുണ്ടിനെയും മാറി മാറി നുകർന്നുകൊണ്ടിരുന്നു. അയ്യോ, ഞങ്ങളൊന്നും കണ്ടില്ലേ? കണ്ണുപൊത്തിക്കൊണ്ട് സത്യ പറഞ്ഞു. ശിവ വേഗം അവളിൽ നിന്ന് അടർന്നു മാറി. ഇതൊക്കെ നിങ്ങൾക്ക് വാതിലടച്ചിട്ടായിക്കൂടെ? എഡ്വി പറഞ്ഞു. എൻ്റെ ഈശ്വര, ആരെയും പറയണേ? ശിവ തിരിച്ചു ചോദിച്ചു. അത് പിന്നെ ഞാനൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ, എഡ്വി ഒരു വളിച്ച ചിരിയോടെ പറഞ്ഞു. അവനൊന്ന് അമർത്തി മോളി. മതി റൊമാൻസ്, ബാക്കിയൊക്കെ വന്നിട്ട്. പാർവണ നിന്നോട് പപ്പ മുറിയിലേക്ക് വരാൻ പറഞ്ഞു കേട്ടോ, സത്യ പറഞ്ഞു. ഏത് പപ്പയാ, രാമച്ചനാണോ അതോ ശിവയുടെ ഡാഡിയെ വിളിക്കണേ? ശിവ, നീ വരും, അപ്പം നടന്നു, ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. അത് പറഞ്ഞ തിരക്കിട്ട് ഡാഡിയുടെ മുറിയിലേക്ക് നടന്നു. പണ്ടൊക്കെ ഡാഡിയെ കാണുമ്പോൾ തന്നെ പേടിച്ച് ഒളിച്ചിരിക്കുന്ന പെണ്ണാണ്. ഇപ്പൊ പോകുന്ന പോക്ക് നോക്കിയേ. അവൾ പോകുന്ന നോക്കി ശിവ പറഞ്ഞു. പാപ്പയ്ക്കും പണ്ട് അവൾ അത്ര ഇഷ്ടമല്ലായിരുന്നല്ലോ, എന്നാ ഇപ്പോഴാണെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ഇഷ്ടം പാപ്പയ്ക്ക് അവളോടാണ്, എഡ്വി പറഞ്ഞു. പാർവണ നേരെ പോയത് ശിവയുടെ ഡാഡി റൂമിലേക്കാണ്. എന്താ അച്ഛ വിളിച്ചേ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാ? പാർവണ ടെൻഷനോട് ചോദിച്ചു. ഇല്ല മോളെ, നിന്നൊന്ന് കാണാൻ വേണ്ടിട്ടേ. ഇതെന്താ അച്ഛ ബ്ലാക്ക് ഷർട്ട്? ഇത് വേണ്ട, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ കറുപ്പാണോ ഇടണേ? അത് പറഞ്ഞ അവൾ ഡാഡിയുടെ കയ്യിലുള്ള ഷർട്ട് വാങ്ങി കബോർഡിൽ വെച്ച് ഒരു വൈറ്റ് ഷർട്ട് എടുത്ത് ഡാഡിയുടെ കയ്യിലേക്ക് കൊടുത്തു. അച്ഛന് ഇത് ഇട്ടാ മതി, വൈറ്റ് ഷർട്ട് അച്ഛനെ കാണാൻ സൂപ്പറായിരിക്കും, പാർവണ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ പൊന്നുമോള് പറഞ്ഞല്ലേ, അപ്പൊ പിന്നെ അച്ഛൻ ഇത് തന്നെ ഇട്ടേക്കാം. ഒരു 5 മിനിറ്റ്, ഞാൻ റെഡി ആയിട്ട് വരാം. അത് പറഞ്ഞ അയാൾ ഷർട്ടും ടവലുമായി ബാത്റൂമിലേക്ക് പോയി. പാർവണ അപ്പോഴേക്കും ബെഡും ബെഡ്ഷീറ്റും എല്ലാം ശരിയായി വിരിച്ചിട്ടു. അച്ഛൻ റെഡിയായി വന്നിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഈ ഡ്രസ്സിൽ അച്ഛൻ സൂപ്പറായിരിക്കുന്ന, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാനിപ്പോൾ മോളെ വിളിപ്പിച്ച എന്തിനാണെന്നറിയോ? ഇല്ല അച്ഛ, എന്താ? അയാൾ കബോർഡിൽ തുറന്ന് ഒരു ബോക്സ് എടുത്തു. ഒരു ജ്വല്ലറി ബോക്സ് അവൾക്ക് നൽകി. ഇതെന്താ? തുറന്നു നോക്ക്. അവൾ പുഞ്ചിരിയോടെ അത് തുറന്നു നോക്കി. ഒരു പ്ലാറ്റിന റിംഗ് ആയിരുന്നു അത്.
അച്ഛാ, ഇതിനൊരുപാട് വിലയായി കാണില്ലേ? അവൾ അതിലേക്ക് നോക്കിക്കൊണ്ട് അത്ഭുതത്തോടെ ചോദിച്ചു. അതിനേക്കാൾ വിലയുള്ളതായി എൻ്റെ ഈ പൊന്നുമോളുണ്ട്. അന്ന് ഞാൻ ചെയ്തതിന് അയാൾ പറയുന്നതിന് മുമ്പേ പാർവണ തടഞ്ഞു. അതെല്ലാം ഞാൻ മറന്നച്ചാ. പിന്നെ എന്തിനാ എപ്പോഴും ഇത് തന്നെ പറയണേ? ഇനി അത് പറഞ്ഞ് ഞാൻ അച്ഛനോട് മിണ്ടില്ല കേട്ടാ, പാർവണ പിണങ്ങിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെയല്ലടാ, ഇത് അച്ഛൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ. അത് പറഞ്ഞ് അയാൾ ആ മോതിരം അവളുടെ കയ്യിൽ ഇട്ട് കൊടുത്തു. നല്ല ഭംഗിയുണ്ടല്ലേ? അതെ, എന്നാൽ നമുക്ക് പോവാം. പാർവണയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ താഴേക്ക് നടന്നു. ഡാഡിയും പാർവണയും താഴേക്ക് വന്ന എല്ലാവരും പോവാൻ റെഡിയായി. ഇന്ന് ശിവയുടെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ദിവസമായിരുന്നു. സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അവരെല്ലാവരും സന്തോഷത്തോടെ കാറിൽ കയറി. ദേവയും ദേവും തെച്ചൂട്ടനും അമ്മയും കണ്ണനും രശ്മിയും ഒരു കാറിലായിരുന്നു. കണ്ണനും രശ്മിക്ക് ആൺകുഞ്ഞാണ് ജനിച്ചത്. കുഞ്ഞിന് ഋഷികേശ് എന്ന് പേരിട്ടു. ഋഷി എന്ന് വീട്ടിൽ വിളിക്കും. മറ്റൊരു കാറിൽ എഡ്വിൻ, സത്യയും രാമച്ചനും ശിവയുടെ അച്ഛനും അമ്മയും ആയിരുന്നു പോയിരുന്നത്. സത്യയ്ക്ക് എഡ്വിനും പെൺകുഞ്ഞാണ്. അഹാന എന്നാണ് പേരിട്ടത്. അനു എന്ന് വിളിക്കും. പിന്നെ ഒരു കാറിൽ ഭദ്രയും അമ്മവും ശിവയും പാർവണിയും മക്കളും. ഭദ്രയ്ക്കും അമ്മൂനും പെൺകുഞ്ഞാണ്. പേര് ആർദ്രിത, ആദി എന്ന് വിളിക്കും. ആരുവും ശിവാനിയും കുഞ്ഞും അവരുടെ ബൈക്കിലായിരുന്നു വന്നിരുന്നത്. ശിവാനിക്കും ആരുവിനും ആൺകുഞ്ഞാണ്. ആശ്രിത്ര, ശ്രീ എന്ന് വിളിക്കും. അവരുടെ കാർ ഹോസ്പിറ്റൽ കടന്ന് അകത്തേക്ക് കയറി. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ വർമ്മ ഹോസ്പിറ്റൽ എന്ന സ്വർണ്ണ ലിപിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുന്തോറും ശിവയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു വന്നിരുന്നു. രാമച്ചനും ശിവയുടെ അച്ഛനും ചേർന്ന് റിബൺ കട്ട് ചെയ്തു. ശേഷം വിളക്ക് തെളിയിച്ച് ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം നടത്തി. അവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കയറി. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇപ്പൊ എത്ര ഡോക്ടർമാരും നഴ്സുമാരാണല്ലേ? അളിയൻ ഡോക്ടർ, സത്യചേച്ചി ഡോക്ടർ, എഡു ചേട്ടായി ഡോക്ടർ, നീ ഡോക്ടർ, അമ്മു ഡോക്ടർ, രാമച്ചൻ ഡോക്ടർ, തുമ്പി നേഴ്സ്, ദേവു ചേച്ചി നേഴ്സ്. ഇവർക്ക് ഇനി പുറത്തുനിന്ന് വേറെ സ്റ്റാഫുകൾ എടുക്കണ്ടെന്ന് തോന്നുന്നു. ആര് കളിയാക്കിക്കൊണ്ട് ശിവാനിയോട് പറഞ്ഞു. ഛേ, ഞാനും വലുതായ ഇതുപോലെ ഡോക്ടർ ആവൂലോ, ആരുവിന്റെ കയ്യിലിരുന്ന മോൻ അവനോട് പറഞ്ഞു. എന്റെ കുഞ്ഞിന് വലുതായിട്ട് ആരാവാനാ ഇഷ്ടം? അതായാ മതി കേട്ടോ, ശിവാനി അവന്റെ കവളി പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. നിച്ചു വലുതായിട്ട് ബസ് ഡ്രൈവർ ആയാൽ മതി അമ്മേ, അവൻ നിഷ്കളങ്കമായി പറഞ്ഞു. നിന്നെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കാൻ ബസ് ഡ്രൈവർ ആവാനാണോടാ? അത് കേട്ടത് ശിവാനി ദേഷ്യത്തോട് ചോദിച്ചു. അത് കേട്ടത് ആര് ചിരിക്കാൻ തുടങ്ങി. ചിരിക്കി, അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ അല്ലേ മകൻ, അങ്ങനെ വരുള്ളോ. അവൾ മുഖം തിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. എല്ലാവരും ഹോസ്പിറ്റലും പരിസരവും കണ്ടു. ഇനി നമുക്കൊരു ഫാമിലി ഫോട്ടോ ആയാലോ? ആരും എല്ലാവരോടായി ചോദിച്ചതും സമ്മതത്തോടെ എല്ലാവരും തലയാട്ടി. ഹോസ്പിറ്റലിന്റെ ആ വലിയ ഹാളിൽ ആ നിറഞ്ഞ കുടുംബം പുഞ്ചിരിയോടെ നിന്നു. സ്മൈൽ പ്ലീസ്, ഫോട്ടോഗ്രാഫർ പറഞ്ഞത് എല്ലാവരും പുഞ്ചിരിയോടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. നൈസ് ക്ലിക്ക്, ഫോട്ടോഗ്രാഫർ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇനിയും തുടരുകയാണ് ശിവയുടെയും പാർവണയുടെയും, ദേവയുടെയും ദേവുവിൻ്റെയും, ആരുവിൻ്റെയും ശിവാനിയുടെയും, കണ്ണൻ്റെയും രശ്മിയുടെയും, ഭദ്രയുടെയും അമ്മുവിൻ്റെയും, സത്യയുടെയും എഡ്വിയുടെയും അവരുടെ കുഞ്ഞുമക്കളുടെയും ജീവിതം ഇനിയും സന്തോഷത്തോടെ തുടരുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറി അവസാനിച്ചു. ഈ സ്റ്റോറിയെക്കുറിച്ച് ഒരു 2 വാക്ക്. സ്റ്റോറി എത്രത്തോളം നന്നായി എന്നൊന്നും എനിക്കറിയില്ല. കുറവുകളുണ്ടാവും, വേറുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ സ്റ്റോറി എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതാ ഈ 5 പേരെയും പ്രഗ്നൻ്റ് ആക്കിയത്. ഇതൊന്നും റിയൽ ലൈഫിൽ നടക്കില്ല. എങ്കിലേ ഇങ്ങനെ ഒരു എൻഡിങ് ആണെങ്കിൽ ഇത് വായിക്കുന്ന നിങ്ങൾക്കൊരു സന്തോഷമാവുമല്ലോ എന്ന് തോന്നി. അതുമാണ് എനിക്കൊരു സന്തോഷം. പുതിയ സ്റ്റോറിയായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. മിക്കവാറും കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവർ വീണ്ടും കേൾക്കുക, കേട്ടവരും വീണ്ടും കേൾക്കുക. അങ്ങനെ സപ്പോർട്ട് ഉണ്ടാവുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു ബലം. അപ്പോൾ എന്നെ കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ, താങ്ക് യു.